ശമൂവേൽ രണ്ടാം പുസ്തകം അധ്യായം 13. പിന്നീട് സംഭവിച്ചത്, ദാവീദിന്റെ മകനായ അബ്ശാലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്നു പേർ. ദാവീദിന്റെ മകനായ അമ്നോന് അവളിൽ പ്രേമം ജനിച്ചു. തൻ്റെ സഹോദരിയായ താമാർ നിമിത്തം ദുഃഖപരവശനായി അമ്നോൻ രോഗിയായി തീർന്നു. അവൾ കന്യകയാകയാൽ അവളോട് വല്ലതും ചെയ്യുവാൻ അമ്നോന് പ്രയാസം തോന്നി. എന്നാൽ അമ്നോന് ദാവീദിന്റെ ജ്യേഷ്ഠനായ ശിമെയുടെ മകനായി യോനാദാബ് എന്നു പേരുള്ള ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. യോനാദാബ് വലിയ സൂത്രശാലിയായിരുന്നു. അവനോട്, രാജകുമാര, നീ നാൾക്കുനാൾ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നതെന്ത്? എന്നോട് പറഞ്ഞുകൂടെയോ എന്ന് ചോദിച്ചു. അമ്നോൻ അവനോട്, എൻ്റെ സഹോദരനായ അബ്ശലോമിൻ്റെ സഹോദരി താമാരിൽ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോനാദാബ് അവനോട്, നീ രോഗം നടിച്ച് കിടക്കയിൽ കിടന്നുകൊള്ളുക. നിന്നെ കാണുവാൻ നിന്റെ പിതാവ് വരുമ്പോൾ നീ അവനോട്, എൻ്റെ സഹോദരിയായ താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണം. അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകേ അവൾ എൻ്റെ മുമ്പിൽ വച്ചു തന്നെ ഭക്ഷണം ഒരുക്കണം എന്ന് അപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്നോൻ രോഗം നടിച്ച് കിടന്നു. രാജാവ് അവനെ കാണുവാൻ വന്നപ്പോൾ അമ്നോൻ രാജാവിനോട്, എൻ്റെ സഹോദരിയായ താമാർ വന്ന് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കേണ്ടതിന് എൻ്റെ മുമ്പിൽ വച്ച് തന്നെ 1-2 വടകൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് അരമനയിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയിച്ചു. താമാർ തൻ്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവെടുത്ത് കുഴച്ചു അവൻ്റെ മുമ്പിൽ വച്ച് തന്നെ വടകളുണ്ടാക്കി എടുത്ത് അവൻ്റെ മുമ്പിൽ വിളമ്പി. എന്നാൽ ഭക്ഷിപ്പാൻ അവന് ഇഷ്ടമായില്ല. എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് അമ്നോൻ പറഞ്ഞു. എല്ലാവരും അവൻ്റെ അടുക്കൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ അമ്നോൻ താമാറിനോട്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. താമാർ താനുണ്ടാക്കിയ വടകൾ എടുത്ത് ഉൾമുറിയിൽ സഹോദരനായ അമ്നോന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഭക്ഷിക്കേണ്ടതിന് അവൾ അവയെ അവൻ്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവളെ പിടിച്ചു. അവളോട്, സഹോദരി, വന്ന് എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൾ അവനോട്, എൻ്റെ സഹോദര, അരുതേ, എന്നെ അപമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് കൊള്ളരുതാത്തതല്ലയോ? ഈ വഷളത്വം ചെയ്യരുത്. എൻ്റെ അപമാനം ഞാൻ എവിടെ മറയ്ക്കും? നീയും ഇസ്രായേലിൽ വഷളന്മാരുടെ കൂട്ടത്തിലായി പോകുമല്ലോ. നീ രാജാവിനോട് പറയുക, അവൻ എന്നെ നിനക്ക് തരാതിരിക്കയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെ ബലാത്കാരം ചെയ്ത് അവളോടുകൂടി ശയിച്ചു അപമാനിച്ചു. പിന്നെ അമ്നോൻ അവളെ വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തേക്കാൾ അവളെ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. എഴുന്നേറ്റ് പോകൂ എന്ന് അമ്നോൻ അവളോട് പറഞ്ഞു. അവൾ അവനോട്, അങ്ങനെ അരുത്. നീ എന്നോട് ചെയ്ത മറ്റേ ദോഷത്തേക്കാൾ
എന്നെ പുറത്താക്കി കളയുന്ന ഈ ദോഷം ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവന് അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സായില്ല. അവൻ തന്നെ പരിചരിക്കുന്ന വൃത്യനെ വിളിച്ച് അവനോട്, ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കി വാതിൽ അടച്ചു കളക എന്ന് പറഞ്ഞു. അവൾ നിലയങ്കി ധരിച്ചിരുന്നു. രാജകുമാരികളായ കന്യകമാർ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്ക പതിവായിരുന്നു. ഭൃത്യൻ അവളെ പുറത്തിറക്കി വാതിലടച്ചു. അപ്പോൾ താമാർ തലയിൽ വെണ്ണീർ വാരിയിട്ടു താൻ ധരിച്ചിരുന്ന നിലയങ്കി കീറി തലയിൽ കയ്യും വച്ച് നിലവിളിച്ചു കൊണ്ട് നടന്നു. അവളുടെ സഹോദരനായ അബ്ശാലോം അവളോട്, നിന്റെ സഹോദരനായ അമ്നോൻ നിന്നെ അടുക്കായിരുന്നുവോ? നിൽക്കൂ സഹോദരി, മിണ്ടാതിരിക്ക, അവൻ നിന്റെ സഹോദരനല്ലോ, ഈ കാര്യം ഓർക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ താമാർ തൻ്റെ സഹോദരനായ അബ്ശാലോമിൻ്റെ വീട്ടിൽ തനിച്ചു പാർത്തു. ദാവീദ് രാജാവ് ഈ കാര്യം കേട്ടപ്പോൾ അവൻ്റെ കോപം ഏറ്റം ജ്വലിച്ചു. എന്നാൽ അബ്ശാലോം അമ്നോനോട് ഗുണവും ദോഷവും ഒന്നും സംസാരിച്ചില്ല. തൻ്റെ സഹോദരിയായ താമാറിനെ അമ്നോൻ അപമാനിച്ചതുകൊണ്ട് അബ്ശലോം അവനെ വെറുത്തു. 2 സംവത്സരം കഴിഞ്ഞ ശേഷം അബ്ശാലോമിന് എഫ്രായീമിന് സമീപത്തുള്ള ബാൽഹാസോരിൽ ആടുകളെ രോമം കത്രിക്കുന്ന ആഘോഷം ഉണ്ടായിരുന്നു. അബ്ശാലോം രാജകുമാരന്മാരെ എല്ലാം ക്ഷണിച്ചു. അബ്ശാലോം രാജാവിൻ്റെ അടുക്കലും ചെന്നു. അടിയന് ആടുകളെ രോമം കത്രിക്കുന്ന ഉത്സവമുണ്ട്. രാജാവും ഭൃത്യന്മാരും അടിയനോടുകൂടെ വരേണമേ എന്നപേക്ഷിച്ചു. രാജാവ് അബ്ശാലോമിനോട്, വേണ്ട മകനെ, ഞങ്ങൾ എല്ലാവരും വന്നാൽ നിനക്ക് ഭാരമാകും എന്ന് പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ചിട്ടും പോകുവാൻ മനസ്സാകാതെ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ അബ്ശാലോം, അങ്ങനെ എങ്കിൽ എൻ്റെ സഹോദരൻ അർമോൻ ഞങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് അവനോട്, അവൻ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു. എങ്കിലും അബ്ശാലോം നിർബന്ധിച്ചപ്പോൾ അവൻ അമ്നോനെയും രാജകുമാരന്മാരെയെല്ലാം അവനോടുകൂടെ അയച്ചു. എന്നാൽ അബ്ശാലോം തൻ്റെ ഭൃത്യരോട്, ശ്രദ്ധിപ്പിൻ, അമ്നോൻ വീഞ്ഞു കുടിച്ചു മതിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അമ്നോനെ അടിച്ചു കൊല്ലുവിൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അവനെ കൊല്ലണം, ഭയപ്പെടരുത്. ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചത്, നിങ്ങൾ ധരിപ്പെട്ട് ശൂര്യന്മാരായിരിപ്പിൻ എന്ന് കൽപ്പിച്ചു. അബ്ശാലോം കൽപ്പിച്ചതുപോലെ അബ്ശാലോമിൻ്റെ വേലക്കാർ അമ്നോനോട് ചെയ്തു. അപ്പോൾ രാജകുമാരന്മാരെല്ലാം എഴുന്നേറ്റു താന്താൻ്റെ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി. അവർ വഴിയിലായിരിക്കുമ്പോൾ തന്നെ അബ്ശാലോം രാജകുമാരന്മാരെയെല്ലാം കൊന്നുകളഞ്ഞിരിക്കുന്നു, അവരിൽ ഒരുവനും ശേഷിച്ചില്ല എന്ന് ദാവീദിനൊരു വാർത്ത കിട്ടി. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി നിലത്ത് കിടന്നു. അവൻ്റെ സകല ഭൃത്യന്മാരും വസ്ത്രം കീറിയരികെ നിന്നു. എന്നാൽ ദാവീദിൻ്റെ ജ്യേഷ്ഠനായ ശിമേയയുടെ മകനായ യോനാദാബ് പറഞ്ഞത്, അവർ രാജകുമാരന്മാരായ യുവാക്കളെ എല്ലാം കൊന്നുകളഞ്ഞു എന്ന് യജമാനൻ വിചാരിക്കരുത്.
അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തൻ്റെ സഹോദരിയായ താമാറിനെ അവൻ അപമാനിച്ച നാൾ മുതൽ അബ്ശലോമിൻ്റെ മുഖത്ത് ഈ നിശ്ചയം കാണാമായിരുന്നു. ആകയാൽ രാജകുമാരന്മാരെല്ലാം മരിച്ചുപോയി എന്നുള്ള വാർത്ത യജമാനനായ രാജാവ് ഗണ്യമാക്കരുതേ. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അബിശാലോം ഓടിപ്പോയി. കാവൽ നിന്നിരുന്ന ഭൃത്യൻ തല ഉയർത്തി നോക്കിയപ്പോൾ വളരെ ജനം അവൻ്റെ പിമ്പിലുള്ള മലഞ്ചെരിവ് വഴിയായി വരുന്നത് കണ്ടു. അപ്പോൾ യോനാദാബ് രാജാവിനോട്, ഇതാ രാജകുമാരന്മാർ വരുന്നു, അടിയൻ്റെ വാക്ക് ഒത്തുവല്ലോ എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു തീർന്നപ്പോഴേക്ക് രാജകുമാരന്മാർ വന്ന് ഉറക്കെ കരഞ്ഞു. രാജാവും സകലഭൃത്യന്മാരും വാവിട്ട് കരഞ്ഞു. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി അമ്മീഹൂദിൻ്റെ മകനായ ഗെഷൂർ രാജാവ് തൽമായിയുടെ അടുക്കൽ ചെന്നു. ദാവീദോ ഇടവിടാതെ തൻ്റെ മകനെ കുറിച്ച് ദുഃഖിച്ചു. ഇങ്ങനെ അബ്ശാലോം ഗെഷൂരിലേക്ക് ഓടിപ്പോയി 3 സംവത്സരം അവിടെ താമസിച്ചു. എന്നാൽ ദാവീദ് രാജാവ് അബ്ശാലോമിനെ കാണുവാൻ ആഗ്രഹിച്ചു. മരിച്ചുപോയ അമ്നോനെ കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസം വന്നിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.